ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രുക്കുവാണെങ്കിൽ അച്ചുവിനോട് പോയി പറയുന്നുണ്ട്, JK ആണ് ഈ പത്രത്തിൽ ചന്ദ്രേച്ചിയുടെ അറസ്റ്റ് വാർത്ത കൊടുത്തത്. JK അത് ചെയ്തത് അർച്ചനേച്ചിക്ക് വേണ്ടിയാണ്. അർച്ചനേച്ചിയുടെയും JKയുടെയും രഹസ്യബന്ധം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് രുക്കു അങ്ങനെ പറയുന്ന സമയത്ത് ഇത് കേട്ട് ദേഷ്യം വന്ന് അച്ചു രുക്കുവിൻ്റെ കരണത്തടിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. ചന്ദ്രയുടെ കേസിൻ്റെ കാര്യത്തിലാണ് ഇവര് വഴക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ അവരുടെ വഴക്ക് പിരിക്കുകയാണ്. അങ്ങനെ അച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. രുക്കു ആണെങ്കിൽ ആകെ തകർന്ന മനസ്സുമായി ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു എന്നിട്ട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, രുക്കു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, എന്നാലും ആരായിരിക്കും പത്രത്തിൽ ചന്ദ്രേച്ചിയെ അറസ്റ്റ് ചെയ്ത വാർത്ത കൊടുത്തത് എന്ന് മഞ്ജു അങ്ങനെ ചോദിക്കുകയാണ്. രുക്കു അപ്പം പറയുന്നുണ്ട്, ചേച്ചി ഇനി അതാലോചിച്ച് തലക പൊക്കണ്ട, അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്നോട് വിജയേട്ടൻ വിളിച്ചു പറഞ്ഞു ആ പത്രവാർത്ത കൊടുത്തത് JK ആണ്. ഇതെല്ലാം JK ചെയ്തത് എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ ചേച്ചിക്ക് മനസ്സിലാവുമല്ലോ. ഇതെല്ലാം അർച്ചനേച്ചിക്ക് വേണ്ടിയാണ് JK ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ കള്ളക്കളി എന്നേക്കുമായി പൊളിക്കണം, പുറത്തു കൊണ്ടുവരണം, അവരെ അങ്ങനെ നാണം കെടുത്തി നിർത്തണം. ചേച്ചി അതിനുവേണ്ടി എൻ്റെ കൂടെ നിൽക്കണമെന്ന് രുക്കു അങ്ങനെ പറയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, രുക്കു നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാൻ കൂടെ നിൽക്കാമെന്ന് പറയാണ്. രുക്കു അപ്പ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും അർച്ചനേച്ചിയെ വിശ്വാസമാണ്, ആ വിശ്വാസം തകർക്കണം. ഇവിടെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും തലയിൽ അർച്ചനേച്ചിയെ പറ്റിയുള്ള വിശ്വാസം കുടിയേറിയിരിക്കുകയല്ലേ. വിശ്വാസം എന്നേക്കുമായി തകർക്കണം, എങ്കിലേ എനിക്കൊരു സമാധാനം ഉണ്ടാവൂ. അങ്ങനെ ഇനിയും ആങ്ങളമാരുടെയും നാട്ടുകാരുടെ മുന്നിലും വെള്ള ചമഞ്ഞ് നടക്കണ്ട എന്ന് രുക്കു അങ്ങനെ വാശിയോടെ പറയുകയാണ്. എങ്ങനെയെങ്കിലും JKയുടെ പേരിൽ അർച്ചനയെ തകർക്കണമെന്ന് തന്നെയാണ് രുക്കുവിന്റെ മനസ്സിൽ. ഇതിനെല്ലാം മഞ്ജുവും കൂട്ടി നിൽക്കാമെന്ന് ഏൽക്കുകയാണ്. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ അച്ചു ചന്ദ്രയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകണമെന്ന് പറയാണ്. ഇനി ചന്ദ്രയോട് തെളിവെടുപ്പിനായി വരാൻ പറയുന്നുണ്ട്. ചന്ദ്ര ഇപ്പൊ ചോദിക്കുന്നുണ്ട്, എന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അച്ചു ആണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നില്ല, വണ്ടിയിൽ കയറി എന്ന് പറയാണ്. അങ്ങനെ പോലീസ് ജീപ്പിൽ കയറി അവരങ്ങനെ അമ്പാട്ട് വീട്ടിലേക്കാണ് തെളിവെടുപ്പിനെത്തുന്നത്. അവിടെ എത്തി വണ്ടി നിർത്തുന്നതും ചന്ദ്ര അമ്പാട്ട് വീടാണെന്നറിഞ്ഞ് ആകെ ഷോക്കാവും. അച്ചു ആണെങ്കിൽ ചന്ദ്രയോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയാണ്. ചന്ദ്ര അപ്പോ ദേഷ്യത്തോടെ അച്ചുവിനോട് സംസാരിക്കുകയാണ്. എന്താടാ, നീ എന്നെ അപമാനിക്കാനായിട്ട് മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, പോലീസ് പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള അപമാനവും ഉണ്ടാവില്ല, ഉള്ളതുപോലെ തുറന്നു പറഞ്ഞാൽ മതി എന്നങ്ങനെ അച്ചു ചന്ദ്രയോട് പറയുകയാണ്. എന്നാൽ അമ്പാട്ട് വീട്ടിലെത്തുന്നതും എന്തായാലും മഞ്ജുവിനും രുക്കുവിനും നല്ലൊരു തിരിച്ചടി കിട്ടാൻ പോവുകയാണ്. ഇവിടെ വെച്ച് ചന്ദ്രയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇതിന് പിന്നിൽ ആരൊക്കെ കൂട്ടുപ്രതികളായിട്ടുണ്ടെന്ന് തെളിയാനായി പോവുകയാണ്. ഇതോടെ എന്തായാലും ഇതിന് പിന്നിൽ നിന്ന് കളിച്ച രുക്കുവിനെയും മഞ്ജുവിനെയും അച്ചു എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.